സുഖമായിരിക്കുന്നു കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹോം മെയ്ഡ് പ്യുർ ഗീ എങ്ങനെ ഉണ്ടാക്കാം. വീട്ടിൽ പാലിൻ്റെ പാട ഉപയോഗിച്ച് പ്യുർ ഗീ ഉണ്ടാക്കാൻ പലർക്കും അറിയാം. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒന്നാണ്. എങ്കിലും ഇന്നും അറിയാൻ വയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് സ്പെഷ്യലി. ഞാൻ സാധാരണ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഡൽഹിയിലായിരുന്ന സമയത്തും ഗീ ഒരിക്കലും വെളിയിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെയാണ് ഗീ ഉണ്ടാക്കിയെടുക്കുക. കാരണം നല്ല ഫുൾ ക്രീമായിരുന്നു വാങ്ങുന്നത് പാല്. അപ്പോൾ അതിൽ നിന്ന് പാലിൻ്റെ പാട ഒരുപാട് കിട്ടും. അപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ അത്ര ഫുൾ ക്രീം പാലൊക്കെ പശുവിൻ്റെ പാലിൽ നിന്ന് ഒത്തിരി നല്ല കട്ടിയുള്ള പാലൊന്നും ആയിരിക്കില്ല. ഗീ നമുക്ക് പുറത്തുനിന്ന് അത്യാവശ്യത്തിന് വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് പാലിൻ്റെ പാട ഞാൻ ഒന്നിച്ച് എടുത്തു വെച്ചിട്ട് ഇതിപ്പോൾ ഒരു 10-15 ദിവസമായി. ഒരു 1 മന്തിൽ ഒരു ടൈം നമുക്ക് പാലിൻ്റെ പാട എടുത്ത് നെയ്യുണ്ടാക്കാം. ഒന്നിച്ച് കൂട്ടി വെക്കുക. പാലിൻ്റെ പാട ഒരു ദിവസം കൊണ്ടൊന്നും ഒത്തിരി കിട്ടിയില്ലല്ലോ. ഇതിപ്പോൾ ഒരു 15 ഡേയ്സ് കൊണ്ട് ഞാൻ എടുത്തു വെച്ച ഒരു 15-20 ഡേയ്സ് ആയി കാണും. അതിൽ കൂടുതലില്ല. അത്രയും ദിവസം കൊണ്ട് എടുത്തു വെച്ച പാലിൻ്റെ പാടയാണ്. ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. സാധാരണ ഡൽഹിയിലൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോഴും ഞാൻ ഒരു 1.5 കിലോ നെയ്യ് ഉണ്ടാക്കുമായിരുന്നു. ഒരു 15 ഡേയ്സിൽ ഒരു പ്രാവശ്യം ഒരുപാട് ആയി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1 മന്തിൽ ഒരു ടൈം നമ്മളിത് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പാലിൻ്റെ പാട എടുത്തു എന്നിരിക്കട്ടെ. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ പാലിൻ്റെ പാട നമ്മൾ എടുത്ത് നമ്മൾ ഓരോ ദിവസത്തെ ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കുക. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇട്ട് വെക്കുമ്പം ഫസ്റ്റ് ടൈം മാത്രം ചെയ്താൽ മതി. ഒരു സ്പൂൺ നമ്മൾ തൈരൊക്കെ ഒഴിക്കത്തില്ലേ, ആ തൈരൊക്കെ ഒഴിക്കുന്ന ആ തൈര് നല്ല കട്ടി കുറഞ്ഞ ഒരു സ്പൂൺ തൈര് അതിൽ പോലൊന്ന് ഒഴിച്ചു വെക്കണം. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഡെയിലി എടുക്കുന്ന പാലിൻ്റെ പാട ഇതിന് മുകളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഡെയിലി നമ്മൾ പാല് തിളപ്പിച്ച് ചൂടാക്കി തിളപ്പിച്ച് തണുത്ത് കഴിയുമ്പം അതിൻ്റെ മുകളിൽ വരുന്ന പാട നമ്മൾ കംപ്ലീറ്റ് എടുത്ത് ഇതിലോട്ട് തന്നെ ഇട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാലാണെങ്കിൽ പാലിൻ്റെ ക്രീം പാട കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. നമ്മൾ കാച്ചുന്ന ഉടനെ നമ്മൾ എടുത്തിടുകയാണെങ്കിൽ അത്ര കിട്ടത്തില്ല. ഇന്ന് കാച്ചി വെച്ച പാലാണ് ഫ്രിഡ്ജിലെന്നുണ്ടെങ്കിൽ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ നല്ലപോലെ പാട അടിഞ്ഞിട്ടുണ്ടാവും. ആ പാലിൻ്റെ പാട എടുത്ത് നെയ്യ് ആ ക്രീം എടുത്ത് നമ്മൾ ഇതിലോട്ട് ഇട്ട് വെക്കുക. ഡെയിലി അത് ഇട്ടിട്ട് അടച്ച് തന്നെ വെക്കുക. പിന്നീട് രണ്ടാമത് ഒഴിക്കേണ്ട കാര്യമില്ല. അത് അഴുക്കാവാതെ ശ്രദ്ധിക്കണം. സൈഡിലെങ്ങും പൂപ്പ് പിടിക്കുകയോ അഴുക്കാവുകയോ ചെയ്യരുത്. ഒരു 15 ദിവസം കഴിയുമ്പോഴൊക്കെ നോക്കുക അഴുക്കാവുന്നുണ്ടോയെന്ന്. ഈ പാലിൻ്റെ പാട നമ്മൾ കൂട്ടി വെക്കുന്നതെന്നും ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി അടച്ച്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒരു മിക്സർ ജാർ എടുക്കുക. മിക്സർ ജാർ എപ്പോഴും വലിയ ജാർ എടുക്കണം, ചെറിയ ജാർ എടുക്കരുത്. അപ്പോൾ ഇത് നമ്മൾ അടിക്കുമ്പം മേലോട്ട് പൊങ്ങി വരരുത്. അപ്പോൾ ഈ പാലിൻ്റെ പാട നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒന്നിച്ചിടരുതങ്ങ്, കുറേശ്ശെ ഇട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ. ഇതിനകത്ത് നോർമൽ വെള്ളം ഒഴിച്ചാൽ നമുക്ക് നല്ലതുപോലെ ഇത് അടിച്ചെടുക്കാൻ പറ്റില്ല. തണുത്ത വെള്ളം അല്ലെങ്കിൽ ഒരല്പം ഐസോ ഇട്ടാൽ മാത്രമേ ഇതിൻ്റെ ബട്ടർ സെപ്പറേറ്റ് ആവുകയുള്ളൂ അടിച്ചെടുക്കുമ്പം. നോർമൽ വെള്ളമോ ചൂടുവെള്ളമോ ഒഴിച്ചാൽ നമുക്ക് അത് അടിച്ചെടുക്കുമ്പം ആ ബട്ടർ അത്ര സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം നമുക്ക് അല്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങ് നിറച്ച് വെള്ളം ഒഴിക്കരുത്. ആ എത്രയും ക്രീം അല്ലെങ്കിൽ പാടയുണ്ടോ അതിൻ്റെ ഒരു അല്പം മുകളിൽ നിൽക്കത്തക്കോണമേ വെള്ളം ഒഴിക്കാവൂ കേട്ടോ. അപ്പോൾ ഒരു 5-6 പ്രാവശ്യം അടിച്ചു കഴിയുമ്പം ഇതിൻ്റെ ബട്ടർ സെപ്പറേറ്റ് ആവാൻ തുടങ്ങും. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ കണ്ടിന്യൂസ്ലി അങ്ങ് കറക്കരുത്, ഒരു അല്പം ഒന്ന് അടിച്ചടിച്ച് എടുക്കുക. ഇപ്പം എല്ലാം കൂടെ മിക്സായിട്ട് ഒരു ക്രീമി പരുവമാകും. ഇതൊരല്പനേരം എടുക്കും ഇത് ബട്ടറിലോട്ട് ട്രാൻസ്ഫോം ആകാനായിട്ട്. ബട്ടറിലോട്ട് ട്രാൻസ്ഫോം ആകുമ്പം ബട്ടറായി മാറിക്കൊണ്ടിരിക്കുമ്പം ഇതിങ്ങനെ ക്രീമായിട്ടിരിക്കില്ല. പിന്നെ ഇതിൻ്റെ വെള്ളം സെപ്പറേറ്റ് ആവും, ബട്ടർ സെപ്പറേറ്റ് ആവും. അത് നമുക്ക് മനസ്സിലാകും. അപ്പം ഞാൻ ഒരു 4 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഇതൊന്ന് അടിച്ചെടുത്തു. ഒരു 4 മിനിറ്റ് കണ്ടിന്യൂസ്ലി അടിച്ചെടുത്തപ്പം നമുക്ക് ബട്ടർ ഇതിൽ സെപ്പറേറ്റ് ആയി കാണിക്കാം. ഇത് കണ്ടോ, ബട്ടർ സെപ്പറേറ്റ് ആയി, വെള്ളം സെപ്പറേറ്റ് ആയി, ഈ ബട്ടർ സെപ്പറേറ്റ് ആയി. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഇത് ബട്ടർ മാറ്റാം. നമ്മുടെ ബട്ടർ ഇവിടെ നല്ലതുപോലെ സെപ്പറേറ്റ് ആയി, കംപ്ലീറ്റ് ബട്ടർ സെപ്പറേറ്റ് ആയി. നമുക്ക് ഇത് ഇനി എടുത്ത് മാറ്റാം. ബട്ടർ നമുക്ക് ഇത് നല്ലതുപോലെ നമുക്ക്
ഇനി ഉരുക്കിയെടുക്കണം. അപ്പം സെക്കൻഡ് പ്രൊസീജിയർ കഴിഞ്ഞു. അപ്പം ഈ ബട്ടർ വെള്ളമില്ലാതെ ഒന്ന് കൈയും കൊണ്ട് എടുക്കാം. നമുക്ക് കൈയും കൊണ്ടെടുത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉരുക്കാൻ പോകുന്നത്, അപ്പം ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയിലോട്ട് ഉരുക്കാൻ പോവുകയാണ്. അതിലോട്ട് ഞാൻ ഇട്ട് വെക്കുകയാണ്. കാരണം അപ്പം എല്ലാ പാത്രത്തിലും നെയ്യ് ആകത്തില്ലല്ലോ, കുറേ പാത്രത്തിൽ നെയ്യ് ആകത്തില്ല. കുറേയേറെ പാല് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ നെയ്യ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കൈ കൊണ്ട് തന്നെ എടുക്കാം കേട്ടോ. കയ്യിലൊക്കെ ഇച്ചിരി നെയ്യ് ആകുമെന്നേ ഉള്ളൂ. ഈ വൈറ്റ് ബട്ടർ ഒരല്പം ഫ്രീസറിലോട്ടോ ഫ്രിഡ്ജിലോട്ടോ ഒക്കെ വെക്കാമെങ്കിൽ നല്ല ഒരു കട്ടിക്ക് ഒരു റൗണ്ട് ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് ബ്രെഡിനകത്ത് തൂക്കാനോ കുട്ടികൾക്ക് ചപ്പാത്തിയിലോ പൊറോട്ടയിലൊക്കെ തൂക്കാനായിട്ട് നമുക്ക് ഈ വൈറ്റ് ബട്ടറും യൂസ് ചെയ്യാം. മക്കൻ വെണ്ണ, ഈ വൈറ്റ് ബട്ടർ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് തണുത്ത വെള്ളം തന്നെ ഒഴിച്ച് ഒരു പ്രാവശ്യം ഒന്ന് കഴുകി കളയണം. അത് കഴിഞ്ഞിട്ടേ നമ്മളിത് ഉരുക്കിയെടുക്കാവൂ. അതിൻ്റെ കാരണം ഇതിൽ നമ്മൾ ഈ പാട ഡെയിലി ഇട്ട് വച്ചിരിക്കുന്നതായതുകൊണ്ട് ഒരു സ്മെല്ല് കാണുമല്ലോ. അപ്പം അതൊന്ന് നല്ല തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാമെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. എന്നിട്ട് ഉരുക്കിയെടുക്കാം. ബാക്കി കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ഈ ബട്ടർ മൊത്തം ഇവിടെ ഒന്ന് അടിച്ചെടുത്തു. ഒരുപാടില്ലായിരുന്നു. ഇന്ന് നിങ്ങളെ കാണിക്കേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. ഒരു 10-20 ദിവസമായതാണിത്. അപ്പോൾ ചില സമയത്ത് കുറച്ച് കൂടുതൽ കാണും. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ഇത് നല്ലയൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. അത് പോകത്തില്ല കേട്ടോ. അത് ബട്ടർ ആയതുകൊണ്ട് ആ തണുത്ത വെള്ളം വേണം ഒഴിക്കാൻ. നോർമൽ വെള്ളം ഒഴിച്ചാൽ ഉരുകുന്ന പോലെ ആയി പോകും, അത് മെൽട്ടാവാൻ തുടങ്ങും. അപ്പം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ നല്ലൊരു ക്ലീനായിട്ട് നമുക്ക് ബട്ടർ കിട്ടും. എന്നിട്ട് നമുക്ക് ഈ ബട്ടർ വേണമെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഉരുക്കിയെടുത്താൽ മതി. ഒരു 1-2 ദിവസം ഇത് ഫ്രിഡ്ജിൽ തന്നെ ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ഒരു എന്താ പറയുന്നത്, ഇങ്ങനെ റൗണ്ട് ഉരുളകളാക്കിയോ അല്ലെങ്കിൽ ബോക്സിനകത്താക്കിയോ എയർടൈറ്റ് ബോക്സിനകത്താക്കിയോ ഒക്കെ വെക്കാം. വൈറ്റ് ബട്ടറായിട്ട് നമുക്ക് 1-2 ദിവസം വൈറ്റ് ബട്ടറായിട്ടും യൂസ് ചെയ്യും. പാലിൻ്റെ പാട നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു 10-20 ദിവസം കഴിയുമ്പോൾ എടുക്കേണ്ടി വരും. ചെറിയ സ്മെല്ല് വരും അല്ലെങ്കിൽ. അതേസമയം നമ്മളിത് ഫ്രീസറിലാണ് വെക്കുന്നത്. പാട ഡെയിലി ഇട്ടിട്ട് അത് ഫ്രീസറിലോട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം അല്ല 1.5 മാസമായാലും അത് അഴുക്കാവില്ല. നമുക്ക് ഏത് സമയം വേണമെങ്കിലും അതെടുത്തുണ്ടാക്കാം. ഫ്രീസറിൽ വെച്ചേക്കുന്ന പാലിൻ്റെ പാട എടുത്ത് അടിക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് പുറത്ത് വെക്കുക. ഒരു 5-10 മിനിറ്റ് എന്നിട്ടേ അടിച്ചെടുക്കാവൂ. അല്ലെങ്കിൽ അത് കട്ടിക്കിരിക്കുവാകുമ്പോൾ മിക്സിയുടെ ബ്ലേഡ് കേടായി പോകാൻ സാധ്യതയുണ്ട്. ഒരല്പം ഒന്ന് ഐസ് മാറിയിട്ട് അടിക്കാൻ നിൽക്കുക. ഓക്കെ, നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇതിവിടെ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതേ ബട്ടർ ഉരുക്കാനായിട്ട് അടുപ്പയിലോട്ട് വെച്ചു. അപ്പോൾ നമുക്ക് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഇത് മെൽട്ടാകുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് പത ഇങ്ങനെ വരും. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പതയോടെ വന്ന് ഇത് പതുക്കെ ഉരുകാൻ തുടങ്ങും. ഉരുക്കി കഴിഞ്ഞിട്ട് ഇത് പതുക്കെ ഇത് തിളച്ച് വരും. അപ്പോൾ ഇത് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണി ചെയ്യാം. ഇതിവിടെ കിടന്ന് തിളച്ചോളും. പതുക്കെ അടിയിലൊന്നും പിടിക്കുമെന്ന് കരുതി നമ്മൾ ഇളക്കി കൊടുത്തോണ്ടൊന്നും നിൽക്കേണ്ട കാര്യമില്ല. വെള്ളമയം ഉണ്ട് ഇതിൽ. ആ വെള്ളമയമെല്ലാം പോയിട്ട് ഇതിനകത്ത് കുറച്ച് അഴുക്കടിയും. അഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളതാണ് അഴുക്ക്. ആ അഴുക്കെല്ലാം നമുക്ക് ഇതുപോലെ കോരിക്കളയാം. ഈ പതയൊക്കെ ഇങ്ങനെ കണ്ടോ, ഈ പത ഇങ്ങനെ വരുന്നില്ലേ, അതിങ്ങനെ കോരിക്കളയാൻ നിർബന്ധമില്ല. കാരണം അത് ഇതിനടിയിൽ അടിഞ്ഞോളും. ഇത് വേണമെങ്കിലൊന്ന് കോരിക്കളയാം. ഇത് തിളച്ചിട്ട് ഇതിൻ്റെ മട്ട ഇങ്ങനെ ചെറിയ അഴുക്കുകളൊക്കെ കാണും. അത് അടിയിലിങ്ങനെ അടിഞ്ഞിട്ട് നെയ്യ് മുകളിൽ തെളിയും. നെയ്യ് മുകളിൽ തെളിഞ്ഞു കഴിയുമ്പോൾ ഇത് കരിയാനിടയാകരുത്, അത് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ നെയ്യ് നല്ലപോലെ ഉരുകി ദേ ആ അഴുക്ക് കണ്ടോ, ആ അഴുക്ക് സെപ്പറേറ്റ് ആയി ഇതിനടിയിലോട്ട് അടിയും. ആ നെയ്യിൽ നിന്ന് ആ അഴുക്കിങ്ങനെ അടിയിലോട്ട് അടിയും. ഇത് പശുവിൻ്റെ നെയ്യ് ആയതുകൊണ്ടാണ്, പശുവിൻ്റെ പാലായതുകൊണ്ടാണ് മഞ്ഞ കളറിലുള്ള നല്ല പ്യുവർ നെയ്യ്. നല്ലതുപോലെ ഇനി തണുക്കാൻ അനുവദിക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ചായയൊക്കെ അരിക്കുന്ന ചായയുടെ അരിപ്പയില ചണ്ണിയിൽ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് നല്ലതുപോലെ നമുക്ക് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അടിയിൽ ഈ മട്ട് വരില്ലേ, അതങ്ങ് കളയണം. ഈ അഴുക്ക് അരിച്ചെടുക്കുമ്പോൾ
ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഗീക്കൊക്കെ എന്ത് വിലയാണ്. പ്യുവർ ഗീ നമുക്ക് ഇത്രയും കിട്ടി. കണ്ടോ, ഇതിപ്പോൾ അരിച്ചെടുത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300-400 ഗ്രാം ഗീ എങ്കിലും കാണും. നമുക്ക് വളരെ ഈസി ആയിട്ട് അത്രയും ഗീ കിട്ടിയില്ലേ. അപ്പോൾ നമ്മളുടെ നെയ്യ് ഞാനിവിടെ അരിച്ചെടുത്തു. അതിനകത്ത് നീ കുറച്ച് അഴുക്കുണ്ടല്ലോ, അതിൻ്റെ ഈ മട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇത് ഒരുപാട് പ്രസ് ചെയ്യണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അമക്കി കൊടുത്ത് നെയ്യ് എല്ലാം എടുത്തിട്ട് ബാക്കി നമുക്ക് ഈ അഴുക്കങ്ങ് അതിൻ്റെ ആ മട്ടങ്ങ് കളയാവുന്നതാണ്. പശു നെയ്യ്, മഞ്ഞ കളറ് പശു നെയ്യ് ആയതുകൊണ്ടാണ്. ഇതൊരല്പം കൂടെ കഴിയുമ്പോൾ ഇതൊന്ന് ഉറയ്ക്കും. അപ്പം നമുക്കൊരു നല്ല ഒരു ക്രീം കളറിൽ ആയി കിട്ടും, നെയ്യുടെ കളറിൽ. ഇത് പൊറോട്ട ഉണ്ടാക്കാൻ, പായസം ഉണ്ടാക്കാൻ, ഓരോന്ന് വറക്കാനൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നെയ്യ് വീട്ടിൽ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വളരെ പ്യുവറായിട്ടുള്ള ഘീ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാവുന്നതെന്ന് മനസ്സിലായി. ഇപ്പോൾ എനിക്ക് നല്ല അടിപൊളി നമ്മളുടെ പ്യുവർ ഘീ കിട്ടി. കണ്ട, ഇത്രയും ഘീ കിട്ടി. വേറും അത്രയും നമ്മളുടെ പാടയും കൊണ്ട് നല്ല പ്യുവർ ഘീ. ഇത്രയും നല്ല ഘീ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്യുവറായിട്ടുള്ള ഘീ കടയിൽ വാങ്ങാൻ കിട്ടുമോ? കിട്ടില്ല. വളരെ ഈസി സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ പ്യുവർ ഘീ ഉണ്ടാക്കിയെടുക്കാം. അപ്പം മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പൈസയാണ് നമുക്കിത് പുറത്തുനിന്നൊക്കെ കുറച്ച് ഘീ ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ബെല്ലൈക്കൺ കൂടി വരും. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ തരിക. നിങ്ങളുടെ പോസിറ്റീവ് കമൻസ് ആയിരിക്കും എൻ്റെ മുന്നോട്ടുള്ള സ്ട്രെങ്ത്. നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷൻസും വ്യൂസുമാണ് ആവശ്യം. Hey friends, hope everyone likes today's very easy and simple method to make pure ghee at home. Thank you so much for watching. Keep watching, keep sharing, keep subscribing. If you haven't subscribed yet, please don't forget to subscribe my channel. Please don't forget to press the bell icon to get the notifications. Thank you. Eat healthy, stay healthy. അപ്പോൾ നമ്മുടെ ഘീ നോക്കിക്കേ എത്ര പ്യുവർ ആണെന്ന്. ആഹാ, നല്ല ദാനേദാർ ഘീ. ഇത് നമുക്ക് പുറത്ത് വെച്ചിരുന്നാലും മതി, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വേണേലും വെച്ചേക്കാം.